രാവിലെ തന്നെ നല്ല മഴയാണല്ലോ. ഇതാരേ രാവിലെ തന്നെ മഴയത്ത്? നീയായിരുന്നു? അല്ല, എന്താ പെട്ടെന്ന്? നീ വല്ലാണ്ട് നനഞ്ഞിട്ടുണ്ടല്ലോ. അതോ, ഞാൻ രാവിലെ സ്കൂട്ടിയിലാ വന്നേ. നല്ല വെയിലായതുകൊണ്ട് നന്നായിട്ട് നനഞ്ഞു. അന്നാമ ഇന്ന് നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നല്ലോ. പിന്നെ ഞാൻ എന്തൊക്കെയാണ് കണ്ടനാണോടെ നല്ല മഴയാന്ന്. ഓ, ആന്നല്ലേ, ക്ഷമിച്ചേക്കാം ഞാമേ. ശരി ശരി, മാറി, ഞാൻ അകത്തോട്ട് കേട്ടെ. അല്ല, എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊരു വരവൊക്കെ? സാധാരണ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പറ്റത്തില്ലെന്നാണല്ലോ പറയാറ്. അത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പോവാൻ പഠിച്ചു. പിന്നെ രാവിലെ എഴുന്നേറ്റ് നല്ല മഴ. പിന്നെ വിചാരിച്ചു നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഇങ്ങ് വരാന്ന്. അങ്ങനെയൊക്കെ നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. നീ അതൊക്കെ വിട്. ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ടോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? നീ കറക്റ്റ് ടൈമിൽ വന്ന്. ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. പുട്ടും കടലക്കറി. പുട്ടെങ്കിൽ പുട്ട് നീ എടുക്ക്, നല്ല വിശപ്പുണ്ട്. എങ്ങനുണ്ട് എൻ്റെ അമ്മ എൻ്റെ പുട്ടും കടലയും? അത് പിന്നെ പറയാനുണ്ടോ, പുളിയല്ലേ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇത്രയും ബുക്സ് ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പൊ ഇവിടുന്ന് എത്രയും ബുക്കുകൾ? അതെന്നാമേ, ഇതാരാ ഇപ്പോ? വാ, നമുക്ക് പോയി നോക്കി നോക്കാം ആരാന്ന്. ആരെയും കാണുന്നില്ലല്ലോ. അപ്പൊ ആരാ ഈ ബില്ലടിച്ചത്? അതെനിക്കും അറിയാൻ വയ്യാത്തെ. നീ താഴോട്ട് നോക്ക്. താഴെ എന്താ ഉള്ളേ? എന്താടി ഇത്? ആരാ ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയേ? എനിക്കറിയില്ലടി അയാൾ ആരാ, എന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവെക്കുന്നേന്ന്. ആളോ? ഏതാള്? എനിക്കറിയില്ല ആരാന്നൊന്നും. ഡെയിലി ഇതുപോലെ ബുക്കും ഫ്ലവേഴ്സും കൊണ്ടുവച്ചിട്ട് പോയിക്കോളൂ. ഡെയിലിയോ? എല്ലാ ദിവസവും? എല്ലാ ദിവസവും. ആദ്യം ഫ്ലവേഴ്സ് മാത്രമായിരുന്നു, ഇപ്പൊ ബുക്കും കൂടിയായി. അപ്പൊ അവിടെ റൂമിലിരിക്കുന്ന ബുക്സ് ഒക്കെ ഇങ്ങനെ അയാൾ കൊണ്ടുവച്ചതാണോ? അതെ, അയാൾ കൊണ്ടുവച്ച ബുക്കുകൾ അവിടെ ഇരിക്കുന്ന മൊത്തം. എന്നാലും അതാരെയും മറച്ചു വെച്ചോണ്ട് ബുക്കും പൂക്കളൊക്കെ കൊണ്ടുതരുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഇതൊക്കെ ആരാ ഇവിടെ കൊണ്ടുവെക്കുന്നേന്ന്. അപ്പൊ പിന്നെ ഇത് കൊണ്ടുവെക്കുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വേണം, കണ്ടുപിടിക്കണം. എത്ര കാലം ഇത് പോകുന്നു ഞാൻ നോക്കുമായിരുന്നു, ഇനി കണ്ടുപിടിച്ചായിരുന്നു. നിനക്കാരേലും ഡൗട്ടുണ്ടോ ഇതിവിടെ കൊണ്ടുവെക്കാൻ ചാൻസ് ഉള്ള ആരാന്നോ മറ്റോ? അല്ല, ഉണ്ടോ നിനക്ക്? അങ്ങനെ വല്ല ഡൗട്ടൊന്നുമില്ല, എന്നാലും ഒരാളുണ്ട്. അതാരാ ആ ആള്? നിനക്കറിയാവോ അയാളെ? അറിയാവോന്നിപ്പോ ചോദിച്ചാ എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരാ ഡൗട്ടുണ്ട്. അയാള് ആരോ എന്നെ കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ കൊണ്ടുവെക്കുന്ന അയാളായിരിക്കാം. അല്ല, എനിക്കങ്ങനെ അറിയാം നിന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഓ, അങ്ങനെ. എന്നാൽ നിനക്ക് ഈ ബുക്ക് ഇവിടെ കൊണ്ടുവെക്കുന്ന ആരാന്നും അറിയില്ല, നിന്നെ ഫോളോ ചെയ്യുന്നതും ആരാന്നറിയില്ല. അപ്പൊ നിങ്ങനെ കണ്ടുപിടിക്കും ഇതൊക്കെ ആരാന്ന്? അത് മാത്രമല്ല, ഇത് രണ്ടും ഒരാളാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? അതൊക്കെ പോട്ടെ, നിന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നില്ലേ, അത് ചിലപ്പോ നിന്റെ തോന്നലാവാനും ചാൻസ് ഇല്ലേ? നീ എന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലേ. ശരി, ഞാൻ നിന്നെ കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല. പിന്നെ നിന്റെ മറ്റേ ആളെ നീ കണ്ടുപിടിച്ചോ? അവനെ ആദ്യം കണ്ടുപിടിക്കുന്നേ. ഏതാളെ കുറിച്ചാ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? എടി, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? ആ നീല കണ്ണുള്ള ആള്. നീ പറഞ്ഞില്ലേ നിനക്ക് അയാളെ കണ്ടുപിടിക്കണമെന്നൊക്കെ. അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 7 മാസമായി ഞാൻ അയാളെ തിരയുക. അപ്പൊ നീ അവനെ അന്വേഷിക്കുന്നത് നിർത്തിയിട്ട് ഈ പൂ കൊണ്ടുവെക്കുന്ന ആളെ അന്വേഷിക്കാൻ പോവാണോ? എനിക്കറിയില്ല, നോക്കാം. നീ ഇത് എങ്ങോട്ടേക്കാ പോകാൻ പോകുന്നേ? ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ പോയാൽ മതി. എന്റെ ചോദ്യത്തിനൊക്കെ നീ ഉത്തരം തന്നേ പറ്റൂ. ശരി, സമ്മതിച്ചു. നിനക്ക് ചോദിക്കാനുള്ളതെല്ലാം നീ ചോദിക്കും, എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് വൺ, നീ എന്തിനാ എപ്പോഴും മാസ്ക് വിട്ട് മുഖവും മറച്ച് നടക്കുന്നത്? അത് പിന്നെ വെറുതെ
ഒരു സുഖം. ഇത് വല്ലാത്തൊരു സുഖമൊക്കെ തന്നെയാ. കഴിഞ്ഞ 7 മാസമായിട്ട് നീ ഈ മാസവും തൊപ്പിയും വെച്ചാണ് നടക്കുക. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നീ വിചാരിക്കേണ്ട. എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. നിന്റെ പ്രശ്നം ഇപ്പൊ എന്താ? ഞാൻ മാസ്ക് വെക്കുന്നതാണോ നിന്റെ പ്രശ്നം? അതാണോ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത്? അല്ല, എനിക്ക് നിന്റെ ഡിസിഷൻ എന്താന്ന് ഇപ്പൊ അറിയണം. എനിക്ക് മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിക്കുന്നത്. ഒന്ന് തെളിച്ചു പറ. ഏഞ്ചൽ, എനിക്ക് അവളുടെ കാര്യം അറിയേണ്ടത്. എന്താ നിന്റെ തീരുമാനം? അവള് നിന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നീ മാസ്കും തൊപ്പിയും ഇട്ട് ഫേസും മാസ്ക് നടക്കുന്നേ? എന്താ നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ? ഒരു 4 മാസം മുമ്പ് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ച അതേ ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കാം. ഡു യു ലവ് ഹർ? ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എളുപ്പമല്ല. ഞാൻ പോവാ. ഇതൊക്കെ പപ്പയറിഞ്ഞ നീ എന്ത് ചെയ്യുമെന്ന് പറ. നീ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ ഉത്തരവില്ല. എബിൻ, സമയമാവട്ടെ. എല്ലാത്തിനും ഒതുങ്ങ ഉത്തരം ഞാൻ നിനക്ക് തരാം. ഇപ്പൊ നീ ചെല്ലും. ഇതിപ്പോ ഇവനാണോ ചേട്ടൻ അതോ ഞാനാണോ ചേട്ടൻ? ഇച്ചായന് തോന്നുന്നുണ്ടോ അവനിത് സമ്മതിക്കുമെന്ന്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് എന്റെ തീരുമാനം. അതിലെനിക്ക് ആരുടെ അഭിപ്രായം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് അവന്റെ ലൈഫാ. നിന്റെ പ്രശ്നം എന്താ ഇപ്പോ? നിങ്ങൾ പറയാൻ നീ ഒരു കാര്യത്തിന് അവൻ സമ്മതിക്കാൻ പോകുന്നില്ല. എനിക്ക് അവന്റെ ഇഷ്ടമാണ് വലുത്. അത് മാത്രല്ല, ഇനി എനിക്ക് ഇവനെയും കൂടെ കളയാൻ പറ്റി വയ്യ. എന്റെ ആദ്യത്തെ മോനെ പോയി, എനിക്ക് ഇവനെയെങ്കിലും വേണം. നീ എന്നെ എതിർക്കാൻ വേണ്ടി മാത്രം വളർന്നോ? ഇതിന് വളരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം പോലും എന്റെ മക്കളുടെ ഇഷ്ടത്തിനല്ല. ഇത് എന്റെ വീടാ. ഇവിടെ നിൽക്കുന്നത് ഞാൻ പറയാൻ അനുസരിച്ചേ പറ്റത്തുള്ളൂ. അതാണ് എന്റെ നിയമം. നിങ്ങൾ ഇത്ര സ്വാർത്ഥനാവരുത്. നിങ്ങളുടെ മക്കളത്, അതോട് നോക്കണം. അത് ഓർത്തോണ്ട് തന്നെയാണ് ഞാൻ എല്ലാ തീരുമാനം എടുക്കുന്നത്. ഇച്ചായ, ഞാൻ പറയുന്ന കേക്ക്. ഇച്ചാൻ അറിയാലോ അവൻ ഇതിന് ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. അവൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഇച്ചാൻ ഇപ്പൊ അവൻ്റെ അടുത്ത് ചെയ്യാൻ പറയാൻ പോകുന്നത്. അതിന് അവന്റെ ഇഷ്ടം ഇവിടെ ആരും നോക്കുന്നത്? എന്റെ ഇഷ്ടം ഇവിടെ നോക്കുന്നുണ്ട്. എന്റെ തീരുമാനം ഇവിടെ നടക്കത്തുള്ളൂ. അവൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇതായി അവനെ നിർബന്ധിക്കാൻ പാടില്ല. അത് ഞാൻ ആലോചിച്ചോളാം. നീ പറയേണ്ട ആവശ്യമില്ല. ഇച്ചായ, എന്നാലും ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, ഇനി ഒരു അക്ഷരം പോലും നീ പറയേണ്ട ആവശ്യമില്ല. അവൻ വരട്ടെ. നീ ഒന്ന് അവിടെ നിന്നെ. എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? നീ ഈ വീക്ക് ലാസ്റ്റ് ഡേ അമേരിക്കയിൽ ഉടനെ പോകേണ്ടതാ. എന്തിന്? അതിന്റെ ആവശ്യം എനിക്കെന്താ ഉള്ളത്? നിനക്ക് ആവശ്യം ഉണ്ടോ ഇല്ലയോ അതെന്നെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ ഇപ്പൊ നീ പോകേണ്ടത് എന്റെ ആവശ്യം. എന്നാൽ തനി അങ്ങ് പോയാൽ പോരെ. എന്നെ എന്തിനാ പറഞ്ഞിടാൻ നോക്കുന്നത്? എനിക്ക് സമ്മതമല്ല. ഞാൻ പറയാനുള്ളത് മൊത്തം പറഞ്ഞു കഴിഞ്ഞില്ല. അതിനു മുമ്പ് പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞാൽ എങ്ങനെയാ? എന്നാ പറയാനുള്ളത് പറ. എന്തായാലും എനിക്ക് അനുയോജ്യമായ കാര്യമായിരിക്കത്തില്ല പറഞ്ഞെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ അമേരിക്കയിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, വലിയ ബിസിനസ്മാനാ. അവനാ ഒറ്റയ്ക്കൊരു മോളേ ഉള്ളൂ, ക്രിസ്റ്റീന. അവളെ നീ വിവാഹം ചെയ്യണം. വേറെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പിന്നെ ബാക്കിയുള്ള എല്ലാ ബിസിനസ്സും ഇനി നീ വേണം നോക്കി നടത്താൻ. അതെന്റെ തീരുമാനം. കൂടാതെ അവളെ കല്യാണം കഴിച്ച് അവളുടെ ബിസിനസ്സും നീ വേണം നോക്കാൻ. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തോ ചെയ്യാനാ? എന്ത് ഉപകാരം എനിക്കുള്ളേ? ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ നിനക്ക് ഉപകാരമില്ലാത്ത കാര്യമാണ് എന്നാണ് നീ പറഞ്ഞു വരുന്നത്. അത് താൻ മനസ്സിലാക്കാൻ പാടെന്തുവാ? നീ എന്നെ ആജ്ഞാപിക്കാറായിട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി. നോ വേ, ദാറ്റ്സ് ഇമ്പോസിബിൾ. എന്റെ വാക്ക് ധിക്കരിക്കാനാണോ നിന്റെ തീരുമാനം? കോപ്പ്, മര്യാദയ്ക്ക് ആ സ്കൂട്ടിൽ അങ്ങ് വന്നാൽ മതിയായിരുന്നു. എന്തോ ഇതിനങ്ങ് നടന്നു വരാൻ തോന്നിയതാ. ഇതിപ്പോ നോക്കൂ, ഒരോട്ട പോലും കിട്ടുന്നില്ല അവിടെ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഒരു പിടിയില്ല. വേണ്ടി വെച്ച് നടക്കുക തന്നെ, അല്ലാണ്ട് ഒരു വഴിയില്ല. ഇതെന്താ എങ്ങനെ? കുറെ നേരമായാലും ആരും എന്നെ ഫോളോ ചെയ്യുന്നുള്ള തോന്നുന്നു. ആരാന്ന് വെച്ചാൽ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാൻ നോക്കരുത്. നീ പേടിക്കണ്ട, ഞാനാ സ്വീറ്റാർട്ട്, ഞാനാ. താനെന്തോടാ രാത്രി ഇറങ്ങി മനുഷ്യനെ പേടിപ്പിക്കാൻ നടക്കുവാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ നിന്നെ കാണാൻ വേണ്ടി. കാണാൻ വേണ്ടിയാന്നുള്ളൂ, കാണാൻ വേണ്ടി. മനുഷ്യനെ നല്ല ജീവനങ്ങ് പോയി. സോറി സ്വീറ്റാർട്ട്, അറിയാണ്ട് പറ്റിപ്പോയതാ. ഇനി ഉണ്ടാവില്ല. താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ എന്നെ ഒന്ന് ശല്യപ്പെടുത്തരുന്നു. ശരിയാ, നീ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് നിന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഡയലോഗ് ഒന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. താനിപ്പോ പോവാൻ നോക്ക്. ഇപ്പൊ സമയം ഒരുപാടായില്ലേ? ഞാൻ നിന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇത്ര വലിയ സഹായമൊന്നും എനിക്ക് ആരും ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആരുടെ സഹായം ചോദിച്ചിട്ടുമില്ല. അന്ന പ്ലീസ്, നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നേ? ഞാൻ തന്റെ അടുത്ത് 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്റെ പുറകെ വരരുത്, എന്നെ കാണാൻ ശ്രമിക്കരുത്, എന്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കരുത്. എന്നിട്ട് താൻ ചെയ്യുന്ന മൊത്തം അങ്ങനെ തന്നെയല്ലേ? ബിക്കോസ് ഐ ലവ് യു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നീ എന്റെ ജീവനാ. മതി, എനിക്കിനി ഇങ്ങനത്തെ ഒരു വാക്ക് പോലും കേൾക്കണ്ട. ശരി, സമ്മതിച്ചു. ഇനി മുതൽ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല.
പക്ഷെ നിന്റെ വീട് ഒന്ന് കുറച്ചല്ലേ ഉള്ളൂ. അവിടെ വരെ കയറി അതെന്റെ കൂടെ നടന്നോട്ടെ, ഒന്നും മിണ്ടാതെ. പറ്റില്ല, താൻ പോവാൻ നോക്ക്. എന്നാ പ്ലീസ്, കഷ്ടമുണ്ട്. ഓ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായില്ല. ശരി, ഒന്നും മിണ്ടാതെ വന്നോളാം. ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചു, അത് മാത്രം മതി. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് കൂടെ നടക്കാനെങ്കിലും അവള് സമ്മതിച്ചത് തന്നെ എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യം. എന്താ വരുന്നില്ല? അവിടെ തന്നെ നിൽക്കുകയാണോ? അല്ല അല്ല, ഞാൻ ദേ വരുന്നു. എന്നാലും താനാരാ? എത്ര കാലം ഇങ്ങനെ വിളിച്ചെടുക്കുന്നു? തന്നെ കണ്ടുപിടിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അന്ന് ആ മഴയത്ത് എനിക്ക് കുട കണ്ടു തന്ന ദിവസം അത് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, ഇയാളെ എങ്ങനെയെങ്കിലും എൻ്റെ മുമ്പിൽ എത്തിച്ചേരണേ. എന്റെ പെണ്ണെ, വന്നത് നീ എന്റെ ഉറക്കം വരെ കെടുത്തി കളഞ്ഞല്ലോ. ഹലോ ഗൈസ്, അപ്പം എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ശരിക്കും ഈ FF എന്ന് പറയുന്നത് ഒരു ഓൺ ഷോട്ട് ആക്കിയിടാനായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഫോണിന് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം കുറച്ചടിച്ച് ചെയ്യുന്നതിന് സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് 10 to 15 എന്ന രീതിയിൽ ആക്കി എഡിറ്റ് ചെയ്യുന്നത്. മനഃപൂർവ്വമല്ല. പിന്നെ ഇത് എപ്പിസോഡായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളതെന്ന് എനിക്ക് താല്പര്യമില്ല. ഒരു ഓൺ ഷോട്ടാക്കി പെട്ടെന്ന് തീർക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ തീരുമാനം അനുസരിച്ച് ഇത് ഞാൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ്. ഈ എപ്പിസോഡിന് പകരം അത് പാർട്ട് വൈസഡാക്കി അപ്ലോഡ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം അടുത്ത 2-3 എപ്പിസോഡിനുള്ളിൽ ഈ സ്റ്റോറി തീരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമല്ല എനിക്കറിയണം. കാരണം എന്തായാലും കൂടിപ്പോയ ഒരു 5 എപ്പിസോഡിനുള്ളിൽ അത്രയും പോയില്ല, അതിന് മുമ്പ് തന്നെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കും. പിന്നെ ഈ സ്റ്റോറി കണ്ടുള്ള എല്ലാവരും ഈ എപ്പിസോഡ് കണ്ട എല്ലാവരും കമൻ്റ് ഇടണം. എന്ത് സ്റ്റോറി ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കറക്റ്റായിട്ട് കമൻ്റ് ഇടാം. എന്നാൽ മാത്രമേ എനിക്കെൻ്റെ തെറ്റുകൾ തിരുത്താനും പറ്റുള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ ഇൻസ്റ്റ ID. എല്ലാവരും ഫോളോ ആക്കണം. ഫോളോ ആക്കാൻ ആരും മറക്കണ്ട കേട്ടോ. പിന്നെ പേഴ്സണലായിട്ട് ആർക്കും മെസ്സേജ് അയക്കണമെങ്കിലും അയക്കാം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റോറിക്കിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായവും എന്തായാലും കമൻ്റ് ഇടണേ, അതൊരിക്കലും മറക്കണ്ട. അപ്പോൾ പിന്നെ ബൈ, ടാറ്റാ.